വർഷത്തിൽ 365 ദിവസവും ഓഫറുകളുടെ പെരുമഴക്കാലം തീർക്കുന്ന ഗ്രാൻഡ് ബസാർ. ഗ്രാൻഡ് ബസാർ, ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ്, നിയർ ബസ് സ്റ്റാൻഡ്, തിരൂർ. ഏകമകളുടെ വിയോഗത്തിൽ വികാരഭരിതനായി പിതാവ്. താനൂർ ഒട്ടുംപുറം ബോട്ട് ദുരന്തം സാക്ഷി വിസ്താരത്തിലാണ് അന്വേഷണ കമ്മീഷന് മുമ്പിൽ ദുരന്തത്തിൽ ഏകമകൾ നഷ്ടപ്പെട്ട മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മച്ചിങ്ങൽ നിഹാസ് വികാരഭരിതനായത്. നിഹാസിന്റെ 7 വയസ്സുള്ള ഹാദി ഫാത്തിമയാണ് ദുരന്തത്തിൽ മരണപ്പെട്ടത്. നിഹാസും ഭാര്യ ഫരീദയും രക്ഷപ്പെട്ടു. മകളെ കിട്ടിയില്ലെങ്കിലും മറ്റു 2 കുട്ടികളെ നിഹാസ് രക്ഷപ്പെടുത്തിയിരുന്നു. താനൂർ ബോട്ട് ദുരന്തത്തിലെ സാക്ഷി വിസ്താരത്തിലാണ് ഏകമകളുടെ വിയോഗത്തിൽ കോടതിയിൽ വികാരഭരിതനായി പിതാവ് പൊട്ടിക്കരഞ്ഞത്. ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജസ്റ്റിസ് VK മോഹനന്റെ മുന്നിലാണ് കേസിലെ 9ാം സാക്ഷിയും അപകടത്തിൽ മരിച്ച 7 വയസ്സുള്ള ഹാദി ഫാത്തിമയുടെ പിതാവുമായ മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മച്ചിങ്ങൽ നിഹാസ് വികാരഭരിതനായത്. ബോധ്യപ്പെടുത്തിയത് ഈ വാഹനം, അതായത് ഈ ബോട്ടിന്, അറ്റ്ലാന്റിക് ബോട്ടിന് ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ എൻട്രി കയറുന്ന ഭാഗത്തോ എവിടെയോ അതിൻ്റെ സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഇതിന് എത്ര ആളുകളെ കയറാനുള്ള ലിമിറ്റേഷനോ ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല, പ്രദർശിപ്പിച്ചിട്ടില്ല ഒരാൾ കാണാൻ പറ്റുന്ന തരത്തിൽ. പിന്നെ ലൈഫ് ജാക്കറ്റ് ആർക്കും തന്നിട്ടില്ല. ഈ ബോട്ട് വന്ന് തന്നെ ചെരിഞ്ഞ് മറിഞ്ഞാണ്. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ വണ്ടിയിൽ പുക കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ബോട്ടിന് പറ്റിയ ഇഞ്ചനല്ല അതിന് ഉപയോഗിച്ചിരുന്നത്. അത് ആ സമയത്ത് തന്നെ ഞാൻ ആ ബോട്ട് ഓടിച്ചിരുന്ന ഡ്രൈവറോട് പറഞ്ഞതാണ്, സ്രാങ്കനോട് പറഞ്ഞതാണ്, നിങ്ങളൊരു കാര്യം ചെയ്താളി, പൈസ തന്നിട്ടുണ്ടല്ലോ, വണ്ടി നിർത്തിക്കാളി, നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മുട്ടോളം വെള്ളമുള്ളൂ, ഞാൻ തിരിച്ച് നടന്നോളാം, ഞാൻ നടന്നു പോയിക്കോളാം, എൻ്റെ മോളെയും കൊണ്ടേ പോയിക്കോളാം എന്ന് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പുക കൂടുതലാണെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് കയറിക്കോ പറഞ്ഞിട്ട് എന്നെ ഡക്കറിൻ്റെ മുകളിലോട്ട് കയറ്റി വിട്ടതാണ്. എന്നാൽ അലർജീൻ്റെ പ്രശ്നമുണ്ടല്ലോ മോൾക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റിയതാണ്. ഈ സാധനം പോയി ആ ഒരു പാലം ഉണ്ടായിരുന്നു, പാലം കഴിഞ്ഞാൽ ആഴം തുടങ്ങണം. ആഴം തുടങ്ങി കുറച്ച് അങ്ങോട്ട് പോയതിൻ്റെ ശേഷം ഈ തുഴക്കാരൻ തുഴയുന്നുണ്ട് മുന്നിൽ, അവൻ്റെ തുഴ തെറ്റി ഇത് 3 ആളത്തേക്ക് പോയതോടുകൂടി ആ തുഴയുടെ ബാലൻസ് പോയി ഒറ്റ മറിച്ചിൽ വെള്ളത്തെ സെക്കൻഡ്, അതായത് നമുക്കൊരു ഗ്യാപ്പും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ മോളെ കയ്യിൽ പിടിക്കായിരുന്നു. ഇട്ടെന്ന് പറഞ്ഞിട്ട് പോയി വെള്ളത്തിലോട്ട് മറിഞ്ഞു പോകണം. ഇതാണ് ഉണ്ടായത്. മറിഞ്ഞ ഉടനെ ഒരു മനുഷ്യനും ചെയ്യാത്ത പണിയാണ് ബോട്ടിലെ ജീവനക്കാർ ചെയ്തിട്ടുള്ളത്. മറിഞ്ഞ ഉടനെ ഒരാളെ പോലും രക്ഷപ്പെടുത്താതെ ഓടി രക്ഷപ്പെടുകയത്, നീന്തി രക്ഷപ്പെട്ടു. അതാണ് വലിയ പ്രശ്നം. മനുഷ്യത്തരമായിട്ടാണ് അവർ പെരുമാറിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ മനുഷ്യ സഹജമാണ്, ചിലപ്പോൾ സംഭവിക്കാം, പക്ഷേ അത് ചെയ്ത് തീരെ ശരിയായില്ല. ഒരാളെങ്കിലും കാരണം ഇത്രയും ബോട്ടിൽ അല്ലെങ്കിൽ ഇത്രയും കടലിൽ എക്സ്പീരിയൻസ് ഉള്ള ഇവരെ പോലത്തെ ആളുകൾ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മരണസംഖ്യ ഒന്നുകൂടി കുറയുകയായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് കമ്മീഷൻ്റെ മുമ്പിൽ. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൽ ബന്ധപ്പെട്ട ജീവനക്കാർക്കും ഇതിൻ്റെ ബോട്ടിൻ്റെ പണത്തിനോട് ആർത്തിയുള്ള ബോട്ടിൻ്റെ മുതലാളിക്കും തക്കത നീതിപീഠം പരമാവധി ശിക്ഷ നൽകണമെന്നും അപേക്ഷിച്ചിട്ടുണ്ട്. താനൂർ തൂവൽ തീരത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആരംഭിച്ച വാർത്ത അറിഞ്ഞാണ് നിഹാസും ഭാര്യ ഫരീദയും 7 വയസ്സുള്ള ഏകമകളായ ഹാദി ഫാത്തിമയുമായി എത്തിയത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തനം നിർത്തിവെച്ച വിവരം അറിഞ്ഞതോടെയാണ് കടലോരത്ത് ബോട്ട് സർവീസ് കണ്ടപ്പോൾ കുടുംബസമേതം കയറിയത്. 45ഓളം ആളുകളെ ബോട്ടിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. നിഹാസും കുടുംബവും സ്രാങ്കിരിക്കുന്നതിന് അടുത്തായിരുന്നു. സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എഞ്ചിനിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ നിഹാസ് കുടുംബസമേതം ബോട്ടിന് മുകളിലേക്ക് കയറുകയായിരുന്നു. സർവീസ് ആരംഭിച്ചപ്പോൾ തന്നെ ബോട്ട് ആടി ഉലയുന്നുണ്ടായിരുന്നു. താഴത്തെ നിലയിൽ DJ പാർട്ടി നടന്നിരുന്നു. ഇതോടെ ബോട്ട് കൂടുതൽ ആടിയുലഞ്ഞ് ഒരു വശത്തേക്ക് ചെരിഞ്ഞു തുടങ്ങി. നിഹാസിന് നീന്തൽ അറിയാവുന്നതുകൊണ്ട് തുഴഞ്ഞു നിന്ന് ആദ്യം ഭാര്യയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. മകളെ നിഹാസിന് കിട്ടിയില്ലെങ്കിലും മറ്റു കുട്ടികളെ രക്ഷപ്പെടുത്തിയിരുന്നു. പിന്നീട് രക്ഷാപ്രവർത്തകർ നിഹാസിന്റെ മകളെ മുങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരണവിവരം നിഹാസ് അറിയുന്നത്. ദുരന്തത്തിൽ ഉത്തരവാദികളായവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കും വരെ നിയമപോരാട്ടം തുടരുമെന്ന് നിഹാസ് പറഞ്ഞു. കാരണം ഞാൻ വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്തിയപ്പോഴേ, കാരണം ഞാൻ ആ സിറ്റുവേഷൻ ചിന്തിക്കാറേ ഇല്ല. കാരണം അതിൻ്റെ മെൻ്റൽ ട്രോമയിലായിരുന്നു കഴിഞ്ഞതിന് ശേഷം. കാരണം ഞങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ടൊക്കെ മോളുണ്ടായത്, കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടാണ് കുറച്ച് മോളുണ്ടായത്. ആകെയുള്ളൊരു മോളാണ്. പെട്ടെന്ന് പിന്നെ ആ ഒരു ലെവലിലേക്ക് ഞാൻ ചിന്തിക്കൽ തന്നെ ഇല്ല. കാരണം പടച്ചവൻ്റെ കുതിരത്താണ്, പടച്ചവൻ്റെ കള്ളാവാണ്. പടച്ചവൻ വിചാരിച്ചാലല്ലേ നമുക്ക് തന്നതും കൊണ്ടുപോയതൊക്കെ മൂപ്പരതിയിലാണ്. അതിൽ നമ്മളെ വിശ്വാസം അങ്ങനെയാണ്. ആ വിശ്വാസത്തിനനുസരിച്ച് പോവുകയാണ്. പെട്ടെന്ന് വീണ്ടും ചോദിച്ച് അതിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ഞാൻ ആ ഒരു ടൈം ഇൻസിഡൻ്റായി പോയി നടന്നത്. അതുകൊണ്ടാണ് ആ വികാരം. കാരണം ആ ടൈം നമുക്ക് അങ്ങനെ ഞാൻ ഒരിക്കലും റീകളക്ട് ചെയ്യാനോ ഓർക്കാൻ പോലും ശ്രമിക്കാത്ത സംഭവം വീണ്ടും റീകളക്ട് ചെയ്തപ്പോൾ ഉള്ളൊരു പ്രശ്നമായിരുന്നു എൻ്റെ വന്നത്. നീതിപീഠത്തിന് നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ കൂടെ തന്നെ സങ്കടമുണ്ട്. 2 വർഷം ആവാനായി.
ഏകദേശം ഇപ്പോൾ മെയ് മാസത്തേക്ക് 3.5 മാസം കൂടി കഴിഞ്ഞാൽ മെയ് മാസം 2 വർഷത്തോളമാവും. 2 വർഷത്തോളമായിട്ട് ഞാനും ഭാര്യയും ഉറങ്ങിയിട്ട് കുറച്ചായി നന്നായിട്ട്. ഈ ചങ്ങായിമാരൊക്കെ ഇതിന് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ സ്വന്തം വീട്ടിലെ മക്കളൊപ്പം കിടന്നുറങ്ങല്ലേ. അപ്പോൾ നീതി എൻ്റെ മോൾക്ക് കിട്ടിയിട്ടില്ല, അതിലെനിക്ക് വിഷമമുണ്ട്.